എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള പ്രണയം തുറന്നു പറയുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാം. നമുക്കൊരു വിവാഹത്തിൻ്റെ സമയം നോക്കുമ്പോൾ ഈ ശുക്രൻ്റെ ദശാപഹാരങ്ങൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം വിവാഹത്തിന് അനുയോജ്യമായിട്ട് പറയാറുണ്ട്. അതിൻ്റെ കാരണം ശുക്രൻ കളത്രകാരകനാണ്. കളത്രത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ജാതകത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നതുപോലെ തന്നെ ശുക്രൻ പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആകർഷണീയതയുടെയും ബന്ധങ്ങളുടെയും ഒരു കലാപരമായ ആവിഷ്കാരങ്ങളുടെയും സംഗീതത്തിൻ്റെയും കലയുടെയും ഫാഷൻ്റെയും ഒക്കെ ഇന്ദ്രിയ സുഖങ്ങളുടെ കാരകത്വവും ശുക്രൻ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശുക്രനെ വിവാഹമായിട്ട് ഇത്ര ബന്ധപ്പെടുത്തി പറയുന്നത്. എന്നതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്നതിന് അവർ സ്ഥിരമായിട്ട് എപ്പോഴും ആ ഭാവത്ത് തന്നെ ആയിരിക്കും ജാതകത്തിലുള്ള ശുക്രൻ നിൽക്കുക. അത് ഒരിക്കലും മാറുന്നില്ല. പക്ഷേ ശുക്രൻ എന്ന ഗ്രഹം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് ഏകദേശം ഒരു മാസ കാലയളവാണ് ഒരു രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു രാശിയിൽ ശുക്രൻ ഒരു മാസക്കാലം നിൽക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് ഏകദേശം മുഴുവൻ രാശികളും സഞ്ചരിച്ച് തീരും. അപ്പോൾ ശുക്രൻ നിൽക്കുന്ന രാശി വളരെ അതിന് ഗോചരാൽ ശുക്രൻ ഇപ്പോൾ എവിടെ നോക്കും. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശുക്രൻ ചിങ്ങൻ രാശിയിലാണ്. ജൂലൈ 30 ചിങ്ങൻ രാശിയിലേക്ക് വന്നത് ഓഗസ്റ്റ് 25 ചിങ്ങൻ രാശിയിൽ നിന്ന് പോകും. അപ്പോൾ ഏകദേശം ഒരു മാസക്കാലം, കഷ്ടിച്ചൊരു മാസമാണ് ശുക്രൻ രാശിയിലുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ ഇപ്പോൾ നിലവിൽ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും ഏത് രാശിയിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം ഉള്ള രാശിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നതുകൂടാതെ നിങ്ങൾ പ്രണയം അഭ്യർത്ഥന നടത്താൻ പോകുന്ന വ്യക്തിയുടെ നക്ഷത്രവും രാശിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ അറിയാൻ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് അറിയുക. അങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രണയം അഭ്യർത്ഥിക്കുന്ന ആളോ പ്രണയം അഭ്യർത്ഥന കേൾക്കുന്ന ആളോ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന രാശിയിലോ ഇപ്പോൾ ശുക്രൻ്റെ 7ാമത്തെ രാശിയിലോ ആയിരിക്കണം. 7ാമത്തെ രാശിയിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിത് ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തും എൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നും അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. അതായത് ശുക്രൻ്റെ ദൃഷ്ടി പതിയുന്ന രാശിക്കാർക്കോ ശുക്രൻ നിൽക്കുന്ന രാശിക്കാർക്കും ഒരു പ്രണയപരമായ അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഒരു സൗഹൃദം ഉടലെടുക്കാനും സൗഹൃദം ഒന്ന് തളർത്ത് പുഷ്പിക്കാനും പ്രണയ അനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെ അനുയോജ്യമായ ഒരു സമയമാണ് ശുക്രൻ നിൽക്കുന്ന രാശിക്കാർക്കും ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാർക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന കുംഭം എന്ന രാശിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ചിങ്ങം എന്ന രാശിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് പറയണം. അതായത് ഈ 2 രാശിക്കാർക്കും ഇപ്പോൾ പ്രണയാനുഭവങ്ങളുടെ കാലമാണ്. ശുക്രൻ ഇവർക്ക് ജൂലൈ 30 ഈ രാശിയിലേക്ക് വന്നു, ചിങ്ങത്തിലേക്ക് വന്നു. അത് ഓഗസ്റ്റ് 25 രാശിയിലുണ്ടാകും. ഇപ്പോൾ ഭാര്യയായി പിരിഞ്ഞിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രണയപങ്കാളിയായിട്ട് വേർപെട്ടിരിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു പ്രണയത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഒരു സ്ത്രീ സൗഹൃദമെങ്കിലും അവർക്ക്, അല്ലെങ്കിൽ പുരുഷ സൗഹൃദമെങ്കിലും അവർക്ക് ഈ സമയത്ത് ഉണ്ടാവും. ഒരു ഊഷ്മളമായ സൗഹൃദത്തിലൂടെ കടന്നു പോകും ഈ സമയത്ത്. ആ ഒരു ശുക്രൻ്റെ ഒരു മായകൾ പോലുള്ളൊരു അവസ്ഥയാണത്. ശുക്രൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ മനസ്സൊരു ഇതിലേക്ക് മാറിപ്പോകും. നമ്മൾ പോലും അറിയില്ല എങ്ങനെയൊക്കെ സംഭവിച്ചത്. ചിലർക്ക് പറയില്ല അങ്ങനെ പറ്റിയെന്ന് അറിയില്ല, അങ്ങനെ ഒരു പ്രണയത്തിലാകപ്പെട്ടു എന്ന് അറിയില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് ശുക്രൻ്റെ ദൃഷ്ടി പതിയുന്നതും അതുപോലെ ശുക്രൻ നിൽക്കുന്ന രാശിക്കാരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ശുക്രൻ നമ്മുടെ രാശി അറിഞ്ഞിരിക്കുക, ശുക്രൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അറിഞ്ഞിരിക്കുക. നമ്മൾ പ്രണയം തുറന്നു പറയാൻ പോകുന്ന വ്യക്തിയിൽ ഏത് രാശിയുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഭ്യർത്ഥന അവർക്ക് നിരസിക്കാൻ പോലും കഴിയില്ല. അവരിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു മധുരം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കുറച്ച് മധുരം കൊടുത്താൽ അയാൾ വേണ്ടെന്ന് വയ്ക്കുക. താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത ആൾ തരുന്നെങ്കിൽ പോലും അവർക്ക് നിഷേധിക്കാനുള്ള കഴിവ് ആ സമയത്ത് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ ഒരു മാധുര്യത്തിൽ ആയിരിക്കും അവരുടെ മനസ്സ് ആ സമയത്തുള്ളത്. അതുകൊണ്ട് അവർക്ക് നിഷേധിക്കാൻ കഴിവ് ആ സമയത്ത് കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിരസിക്കും. അപ്പോൾ ഒരു അഭ്യർത്ഥനയ്ക്ക് പറ്റിയൊരു സമയമാണിത് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മെസ്സേജ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് പ്രണയം പറയുന്ന ആളോ പ്രണയാഭ്യർത്ഥന കേൾക്കുന്ന ആളോ ശുക്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ 7ാം രാശിയിലോ ഉള്ള നക്ഷത്ര ജാതകരായിരിക്കണം എന്നാണ് എൻ്റെ വ്യവസ്ഥ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മെസ്സേജ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.